കോട്ടയം ജില്ലയിലെ പാലായ്ക്കും ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ് കുറിഞ്ഞി എന്ന ഈ സ്ഥലം. കുറിഞ്ഞിയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ കുറിഞ്ഞിക്കാവ് എന്ന് പറയുന്ന കുറിഞ്ഞിയിലെ തന്നെ ഒരു കാവിലെ വിശേഷങ്ങളാണ് നോക്കുന്നത്. ഇപ്പോൾ കുറിഞ്ഞി കൂമ്പൻ മലനിരകളാണ് നമ്മൾ കാണുന്നത്. ജൈവ വൈവിധ്യവും ഭക്തിയും സമ്മേളിക്കുന്ന സ്ഥലങ്ങളാണല്ലോ നമ്മുടെ കാവുകൾ. കോട്ടയം ജില്ലയിലെ തന്നെ പ്രകൃതിദത്തമായി പരിപാലിച്ചു വരുന്ന ഏറ്റവും വലിയ കാവാണ് കുറിഞ്ഞിക്കാവ്. വിവിധതരം സസ്യങ്ങൾ, അതുപോലെ ഉരഗങ്ങൾ, ശലഭങ്ങൾ, പക്ഷികൾ എന്നിവയുടെയെല്ലാം ഒരു സംരക്ഷണ കേന്ദ്രം കൂടിയാണിത്. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയ അസുരന്മാരെ നിഗ്രഹിക്കാനായി രൂപമെടുത്ത ഐലക്ഷി എന്നു പേരുള്ള ഒരു ദേവിയുടെ പ്രതിഷ്ഠയാണ് ഈ കാവിനുള്ളിൽ വെച്ചിരിക്കുന്നത്. ഏകദേശം 400ഓളം വർഷങ്ങൾ പഴക്കമുണ്ട് ഈ കാവിന്. ധാരാളം വള്ളിച്ചെടികളും വിവിധ ഇനം മരങ്ങളും എല്ലാം നിറഞ്ഞ ഒരു ശാന്തത നിറഞ്ഞ ഒരു ഇടമാണ്. മീനമാസത്തിലെ മകം നാളിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. കേരളത്തിൽ വളരെ അപൂർവമായ ഒരു ആചാരം നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കാവ്. മീനമാസത്തിലെ മകം നാളിലെ ഉത്സവത്തിന് ഇവിടെ പുരുഷന്മാർ താലം എടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. എത്ര പരിപാവനമായ ഇടമാണെങ്കിലും അവിടെ ചില സാമൂഹ്യ വിരുദ്ധർ അവരുടെ താവളമാക്കി മാറ്റാറുണ്ട്. അതുപോലെ തന്നെ യുവജനങ്ങളാണെങ്കിലും പരിപാവനത്തെ കണക്കിലെടുക്കാതെ മറ്റു പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവിടേക്കുള്ള പ്രവേശനം കർശനമായി തടഞ്ഞിരിക്കുകയാണ്. അടുത്തും തന്നെ CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഉത്സവത്തിൻ്റെ ദിവസങ്ങളിലും പൂജയുള്ള ദിവസങ്ങളിലും മാത്രമാണ് ഇവിടേക്ക് ആളുകളെ കടത്തിവിടാറുള്ളൂ. ഉത്സവ ദിവസങ്ങളിൽ നാഗപൂജ നടത്താറുണ്ട്. പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട 108 കാവുകളിൽ ഒന്നാണ് ഇത് എന്ന് പറയപ്പെടുന്നു. കുറിഞ്ഞിക്കൂമ്പൻ, മറ്റേ ശ്രീകൃഷ്ണ ക്ഷേത്രം, അതുപോലെ ഈ കാവ്, ഇതിൻ്റെ എല്ലാം ചുറ്റും ഉള്ള പരിസരങ്ങളിലായിട്ട് ധാരാളം മുനിയറകൾ കണ്ടെടുത്തതായി പറയപ്പെടുന്നുണ്ട്. ഈ സ്ഥലത്ത് നമുക്ക് അങ്ങനെയുള്ള മുനിയറകൾ കാണാൻ സാധിക്കും. വീതിയുള്ള സ്ലാബ് പോലെ ഉള്ള കരിങ്കൽ പാളികൾ വെട്ടിയെടുത്തിട്ടാണ് അവ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭൂമിക്കടിയിലോട്ടും കുറച്ച് 1 മീറ്ററോളമൊക്കെ ആഴം ഉണ്ടായിരിക്കും. ഈ പ്രദേശങ്ങളിൽ പല സ്ഥലത്തും ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. കൂടാതെ 9ഓളം പഴുതറകളും ഈ കാവിനുള്ളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇരുമ്പ് യുഗത്തിൻ്റെ അവശേഷിപ്പുകളാണ് ഇവയെല്ലാം ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കാവിനുള്ളിൽ കൽമാണിക്യം എന്ന പേരിലുള്ള ഒരു അപൂർവ ഇനം വൃക്ഷവും കാണാൻ സാധിക്കും. പുരുഷന്മാർ താലമേന്തുന്ന ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കുഴികണ്ടത്തിൽ കുടുംബമക ട്രസ്റ്റിൻ്റെയാണ് ഈ കാവ്.